കഴിഞ്ഞാൽ അവനോ അവൻ്റെ ഉമ്മായോ അവൻ്റെ ആൾക്കാരോ കൊച്ചിനെ ചിലപ്പോൾ യൂട്യൂബ് വഴി കാണും. അല്ലാതെ ഒരു അവകാശം പറഞ്ഞു വെക്കാനില്ല. വാപ്പാര സ്ഥാനത്ത് അവൻ്റെ പേര് വെക്കത്തുമില്ല. അങ്ങനെയാണ് അവനും അവൻ്റെ ഉമ്മായും ചുളുവിൽ നിൽക്കാമെന്ന് പറഞ്ഞത്. പിന്നെ വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ അവൻ പറയണായിട്ട് അവൻ്റെ വീട്ടുകാർ പറയണായിട്ട് എനിക്കെന്തോ ലക്ഷക്കണക്കിന് ഈ 6 മാസം ഞാൻ അവനെ തീറ്റി പോറ്റി ബാക്കി കാര്യം എല്ലാം ചെയ്തു. ഞാനും എൻ്റെ മക്കളും കൂടെ തന്നെ തിന്നത്. ഇത്രയും സ്വർണ്ണങ്ങൾ കടക്കണിയായി, അല്ലെ ഇത്രയും പണയങ്ങളും ഇത്രയും പലിശകളും ഇത്രയും ലോണും കാര്യങ്ങളും ഒക്കെ ആയി. അവൻ ആരുണ്ട് വേണ്ടപ്പെട്ട ചോദിക്കാനും പറയാനും? ഇന്ന് വരെ അവൻ എത്രയും നാട്ടുകാരെടുത്തിട്ട് അടിച്ചല്ല. ഏതെങ്കിലും വന്ന് ചോദിച്ചാ എൻ്റെ മോനെ ആരടിച്ച് ചോദിച്ചാ? ആരുമില്ല. ഡിവോഴ്സ് ചെയ്യൂലേ? ഞാൻ അവൻ്റെ അടുത്ത് ഇന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഉമ്മാരുടെ അടുത്ത് ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അടുത്തല്ല, അവൻ്റെ ഉമ്മാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എഗ്രിമെൻ്റ് അവരമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പൊരുത്തപ്പെടണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഷെഫീനായ അവരാണ് ഷെഫീന അവരെയാണ് വിളിച്ചതെന്ന്. നമുക്ക് കേൾക്കുന്നവർക്ക് അറിയാമല്ലോ ആരാരെയാണ് വിളിച്ചതെന്ന്. എനിക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് തരിക. അവൻ അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അവനെയും കൂടെ തീറ്റിപ്പോറ്റ എൻ്റെ കയ്യിലില്ല. ഇന്ന് എൻ്റെ നാട്ടുകാരി വന്നില്ലേ, കാണുന്നില്ല. അവൾ രാത്രി വരും, ജോലിക്ക് പോകണം. അവളെയൊക്കെ ജീവിതം ഇതുപോലെയാണ്. കുറേ കുടിയന്മാർ കെട്ടി താറുമാറാക്കി 2 മക്കളെയും കൊണ്ട് അവൾ ജോലിക്ക് പോകണടാ. അവൾ രാത്രിയെ വരൂ. അപ്പം ഞാൻ പോയി. ഓക്കേ. ഓ, പ്രസവം കഴിഞ്ഞിട്ട് അവനെ കയറ്റാൻ നിൽക്കുകയാണ് ഞാൻ. 3 കൊച്ചുങ്ങൾക്ക് ചിലവുണ്ട്, ഹോസ്പിറ്റൽ ചിലവുണ്ട്, ഗ്യാസുണ്ട്, കറണ്ട് ബില്ലുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുണ്ട്. അവൻ മറ്റു മക്കളെ കാര്യം നോക്കണ്ട. അവൻ്റെ വയറ്റിൽ കൊടുത്തൊരു കുഞ്ഞിനെങ്കിലും അവന് നോക്കാൻ ബാധ്യസ്ഥയല്ലേ? നിങ്ങൾ പറ. ഈ സമയത്തൊരു ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് തരാനാ? അല്ലെങ്കിൽ നീ ഗൂഗിൾ പേയിൽ ഞാൻ ലക്ഷക്കണക്കിന് പൈസ അവനെ അയച്ചു കൊടുത്തല്ല, ബാക്കി കാര്യങ്ങളല്ല. അപ്പോഴവന് പൈസ എന്ത് ഇല്ലേ? ഒരു 300 രൂപ ഉണ്ടാക്കാൻ പറ്റൂലേ അവന്? നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിക്കാറില്ല. കിളവീനെ ഞാൻ ബ്ലോക്ക് ലിസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്നലെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ച്, എന്താണ് വിളിച്ച കാര്യം? മക്കളെ പൊരുത്തപ്പെടണം, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച്. എൻ്റെ മോൻ്റെ കൊച്ചാണ്, എൻ്റെ കൂടെ കരഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ ഷെഫീനായ എന്തിനു വിളിച്ചു? ഞാൻ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഷെഫീന എങ്ങോട്ടാണ് വിളിച്ചത്? ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നതും പോയതും ഒക്കെ അവിടെ ഇരിക്കട്ടെ, പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് എഗ്രിമെൻ്റ് എഴുതി തരണം, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബാധ്യതയും ഇല്ലയെന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവന് യാതൊന്നിനും തയ്യാറല്ല. അവൻ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് വീട്ടിൽ ചെന്ന് കയറണം. കുടിച്ചും പെടുത്ത് എവിടെയൊക്കെയാണ് കിടക്കണം എന്നൊക്കെ ആ കിളവി പറയണം. ആ കിളവി ഇപ്പോൾ പറയണം, അല്ല പിന്നെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിളവിയുടെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് തരണം. പ്രസവ കാര്യത്തിലൊന്നും ഒരു കാര്യത്തിനും ഞാൻ ഈ വർക്കലേ അല്ല പ്രസവിക്കുന്ന ഒരു കാര്യത്തിനും ഇടപെടാൻ പാടില്ല. അവൻ്റെ അഡ്രസ്സും വയ്ക്കില്ല, അവൻ്റെ പേരും വയ്ക്കില്ല. തന്തേര സ്ഥാനത്ത് ബ്ലാങ്കായിട്ട് കിടക്കും. തീർക്കാൻ നടക്കുകയല്ലേ ഉമ്മ? കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാ. പിന്നെ മോൻ ഇച്ചിരിയേ കൂച്ചോളം എന്ന് പറഞ്ഞ് വല്ല ബാക്കി കളവിക്ക് സെഫീനായ അങ്ങോട്ട് വിളിക്കാൻ പറ്റുമല്ല? അപ്പം കണ്ണി കുരുവൊന്നുമില്ലേ? പിന്നെ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. തുടക്കത്തിൽ എന്തായിരുന്നു റിയൽത്തുള്ള, ഇപ്പം എന്തായി? ഇപ്പം കിളവി പറയണ കേട്ടാ, മോൻ്റെ കൊച്ചാണ്, മോൻ്റെ കൊച്ച് വെറുതെ അങ്ങ് വളരൂല, കുപ്പിയിലിട്ട് അടച്ചു വെച്ചേക്കല്ല മോൻ്റെ കൊച്ചാണെങ്കിൽ. ഞാൻ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടാ? അതില്ല, നമുക്ക് ആരുമില്ല. എന്നാൽ നാക്കിനൊരു കുരുവില്ല. കുടി മോൻ കുടിക്കൂല, പെട്ടെന്ന് അങ്ങ് നിർത്തി മോൻ. മല്ലു വേൾഡ്, നീ എന്താ പറയണം? കിളവിയുടെ കാര്യമാണ് പറയണത്. എന്തിനാടി എല്ലാവരെയും കുറ്റം പറയണത്? പിന്നെ കിളവി എന്തൊരു ഞാൻ പൂജിക്കണോ കിളവിയ? നാട്ടുകാരാണ് ഞാൻ. അവൻ്റെ ഉമ്മായൊക്കെ വന്നതിനാണ് തുടക്കത്തിൽ കൂട്ടിക്കൊണ്ട് പോയത്. ഒരുപാട് കയറ്റി എൻ്റെ പൈസയ്ക്ക്. അവന് ഇത്രയും അവന് വെറുപ്പാണ്. അവനെ വെറുപ്പെന്ന് വെച്ചാൽ വെറുപ്പാണ്. അവൻ ചെയ്ത വേലാണ്ടാ ആ കതവ്, ആ ടൈല് കണ്ട. കൊച്ചുങ്ങൾ ഉറങ്ങിയില്ലെന്നും പറഞ്ഞാണ് അവർ കയ്യാൻ കളി. അവൻ നാളൊരു സമയത്ത് കുടിച്ചോണ്ടെന്ന് കൊച്ചുങ്ങളെ ഉപദ്രവിക്കൂലെന്ന് എന്തൊരു ഉറപ്പ്? ഈ വയറ്റിൽ കിടക്കണ പൊടിക്കായ വയറ്റിൽ കിടന്നപ്പോൾ അവൻ ചവിട്ടി, ഭൂമിയിലോട്ട് വന്നപ്പോൾ അവൻ്റെ അടുത്ത് പറയണാണ് മലപ്പുറത്തെ കൊച്ചിനെ കണ്ടില്ല പിന്നേലേ ഇതിനേന്ന് മുമ്പൊരു ദിവസം. അതുകൊണ്ട് നിങ്ങൾ കാര്യമൊന്നും വേണ്ടേ. നിന്നെ വിറ്റ് പണമുണ്ടാക്കുന്ന എന്നെ വിറ്റങ്ങ് ഉണ്ടാക്കുക തന്നെ. ഇപ്പോൾ ഷാജി വീണ്ടും ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഷെരീഫ്, പിന്നെ മറ്റേ നൈനു ഫാത്തി, അതിൻ്റെ ഇടയിൽ ഷെരീഫ് നമ്മളെ പിടിച്ചിടക്കാം. ഇവനെന്ത് പന്? ഷാൻ്റെ ഉമ്മയുടെ ആദ്യം ഈ കിളവിയുടെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. കിളവിക്ക് പട്ടളവി ഷെഫീനായി വിളിച്ചതല്ലേ. ഓ
ഗർഭകാലം എന്നെ കൊണ്ട് നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളില്ലാത്ത ആർക്കെങ്കിലും ഞാൻ കൊച്ചിനെ അങ്ങ് കൊടുക്കും. അതപ്പോഴല്ലേ എന്നെ കൊണ്ട് നോക്കാം. ഈ 3 എന്നെ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പം വന്ന് ഒന്നാനെയും കൂടെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ പട്ടിയുടെ കയ്യിൽ ഞാൻ കൊടുക്കൂല. എന്തെന്നറിയാമോ? കുടിച്ചുമ്പടുത്ത് കിടക്കണോൻ്റെ എങ്ങനെ കൊടുക്കും? പിന്നെ പ്രാഞ്ചി നടന്ന് നുണയം പറഞ്ഞിടക്കണ കളവീരിയിൽ എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് കൊച്ചിന് അല്ലലില്ലാതെ വളരുന്ന സ്ഥലമല്ല, ഏതെങ്കിലും ഉമ്മ വാപ്പ ഉണ്ടെങ്കിൽ നല്ല ആണെങ്കിൽ ഞാനങ്ങ് കൊടുക്കും. കാരണം അത് അല്ലലില്ലാതെ വളരാൻ വേണ്ടി. അത്രയ്ക്ക് പുഴുത്ത സ്വഭാവം ഇവൻ കാണിച്ച. പിന്നെ എടുത്ത ചേട്ടൻ പലാനും കുറ്റം പറഞ്ഞ ഗർഭിണിയല്ലേ സ്വലാത്ത് ചെല്ലും. ആരെയും കുറ്റം പറയണമല്ല. ഷഫീനാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുത്ത് എന്തിനാണ്? കമ്മലുമാലയെ ഞാൻ മോട്ടിച്ചെന്ന്. എവിടെ മോട്ടിച്ച്? എന്തരുണ്ട്? നീ ഒരു മനുഷ്യൻ ഇതെല്ലാത്തിനും എല്ലാം കൊടുത്ത്. നിങ്ങൾക്കറിയാമോ? കല്യാണ സമയത്ത് കിട്ടിയ യൂട്യൂബിൻ്റെ ട്രാൻസാക്ഷൻ, പിന്നെ ഇത്തിരി പൈസ കയ്യിലുണ്ടായിരുന്നു, നാത്തൂൻ്റെ കയ്യിലുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാലെടുത്തതും ബാക്കി കാര്യങ്ങളുമില്ല, ഒരു ചിട്ടി പിടിച്ചതും ഒക്കെ അതെല്ലാം ഒരാഴ്ച കൊണ്ട് തീർത്ത്. ഇവൻ്റെ ദുനിയാവും ആഹാരവും ഇല്ലാത്ത കുടി എനിക്ക് തരുമോ? മക്കളില്ല. ഞാൻ പ്രസവ സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ബാക്കി കാര്യമുണ്ടെങ്കിൽ നോക്കാൻ നിവർത്തിയുള്ള ആർക്കെങ്കിലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കും. എവൻ്റെ കൈ കൊടുക്കൂല. എൻ്റെ കൈ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ ഇവൻ 1 രൂപ എൻ്റെ കൊച്ചിനോ എനിക്കോ തന്നിട്ടില്ല. അപ്പം 4 പേര് പണി ചെയ്ത സമയത്ത് ഒരു 10 രൂപ അടുപ്പിച്ച് 2 മൊബൈൽ ഇവന് വാങ്ങിക്കൊടുത്ത്. ഒരെണ്ണം കൊണ്ട് കളഞ്ഞായി 500-500. ബാക്കി 7100 രൂപയ്ക്ക് ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തു. ഇപ്പോഴും അവൻ്റെ കയ്യിരിക്കുന്ന എൻ്റെ ഫോണാണ്. അതുകൊണ്ട് മക്കളില്ലാത്ത ആർക്കെങ്കിലും ചിലപ്പോൾ എന്നെ കൊണ്ട് നിവർത്തിയില്ലെങ്കിൽ കൊടുക്കും. പക്ഷെ എന്നാലും ഈ പട്ടിക്ക് കൊടുക്കൂല. കാരണം കൊല്ലും. ഇവൻ്റെ തള്ള ഇന്ന് പറയണമല്ല നാളെ പറയണം. മോൻ്റെ കൊച്ച് മോൻ്റെ കൊച്ചങ്ങ് വയറ്റിന്നങ്ങ് പൊട്ടിയങ്ങ് ഉണ്ടായില്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. ഈ യൂട്യൂബിൽ കയറിയും അവിടെയും ഇവിടെയും അത്രയും പറഞ്ഞുകൊണ്ട് കിടക്കണ്. കാർ എവിടെ എത്താ? കാർ അവൻ്റെ വീട്ടിലാ. വന്നാടി സുഖമല്ലേ? അൽഹംദുലില്ലാ. മോളാ? അതേ മോളെ, ഞാൻ വരട്ടെ, നിൻ്റെ കൂടെ വരട്ടെ. അതുകൊണ്ട് ഞാൻ പറയണേണ്, ഗർഭകാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി സമാധാനവും സന്തോഷമുള്ള ഘട്ടമുണ്ട്. കളവി ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, സാറേ ഇതുപോലെയാണ് നമ്മളെ വണ്ടി അവിടെ കിടക്കണം. വണ്ടി പഞ്ചറായി കിടക്കുകയാണ്, ടയർ 2. ബൈക്ക് എൻ്റെ ബൈക്കിലാണ് അവൻ യാത്ര ചെയ്യണത്. ബൈക്ക് 16,000 രൂപ. എൻ്റെ ഒരു ഓയിൽ ടാങ്ക് ചോർച്ചയുണ്ട്. അവർ പൈസയും തന്നിട്ടില്ല. ഞാൻ വന്നിൻ്റെ ഇരട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നിന്ന ദിവസം മാത്രം 2300 2000 രൂപയുടെ ചിലവാണ്. ഗൂഗിൾ പേ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ഗൂഗിൾ പേ നാട്ടുകാർ പിടിച്ച് കെട്ടിച്ച പോലെയാണല്ലോ സംസാരം. നാട്ടുകാർ പിടിച്ച് കെട്ടിച്ച കണക്കൊന്നും അല്ല. ഇവന് ഊരിപ്പോവാത്ത രീതിയിൽ കേസൊക്കെ എനിക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഞാൻ വേണ്ട, പോട്ട്. കാരണം ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും. അല്ലെങ്കിൽ അവനൊരു ആണാണ്. അവന് ഈ 2-2.5 ആഴ്ച 3 ആഴ്ച ഇവിടെ നിന്ന് പോയിട്ട് അവന് കുടിക്കൊരു കുറവുമില്ല. വാറ്റാ പീസ് അടിച്ച് എൻ്റെ ബൈക്കിലങ്ങ് നടക്കുകയാണ്. അല്ലെങ്കിൽ നീ ഒരു ജോലി ചെയ്ത് 10 രൂപ അന്വേഷിച്ച് ആ ഗൂഗിൾ പേയിലിട്. ഒരുപാട് കടബാധ്യത വരുത്തി വെച്ച്. ഞാനൊന്നും അറിയണ്ട. ദൈവജനാശം പറയുന്നത് എല്ലാവരും അബദ്ധം പറ്റിയവർക്ക് എന്താണ് പറ്റും. അതാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു പോയി. എൻ്റെ സൂത്രത്തിൽ മോലേ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കൊച്ചുങ്ങളെ ഉപദ്രവം. അങ്ങനെയാണ് കാറെടുത്തത്. അറിയാമോ നിങ്ങൾക്ക്? സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി. അസ്രുമോളെ ഒരു ദിവസം ബാപ്പച്ചിയുടെ അടുത്ത് കരഞ്ഞുറഞ്ഞു, ബാപ്പച്ചിയൊക്കെ പോകുമ്പം എന്നെ ഈ ബാപ്പു അടിക്കുമെന്ന്.